നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഏവർക്കും എളുപ്പമാണ്. എന്നാൽ ജീവിതം പ്രതീക്ഷിക്കാത്ത രീതിയിൽ തകർന്നു പോകുമ്പോൾ, ഇരുട്ടുമാത്രം മുന്നിൽ കാണുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, ദൈവം എന്നെ മറന്നോ? സത്യത്തിൽ നാം തകർന്നിരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ഏറ്റവും അടുത്തായിരിക്കുന്നത്. ഹൃദയം തകർന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. നാം ഏകാന്തത അനുഭവിക്കുമ്പോഴും മറ്റാരും നമ്മെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഒരിക്കലും ഒരു തകർന്ന ഹൃദയത്തെ തള്ളിക്കളയുകയില്ല. നമ്മുടെ ജീവിതത്തിലെ വേദനകളും മിനുക്കിയെടുക്കാനുള്ളതാണ്. നാം പലപ്പോഴും പീഡകളെയും കഷ്ടപ്പാടുകളെയും ശിക്ഷയായിട്ടാണ് കാണുന്നത്. എന്നാൽ കാൽവരിയിലെ കുരിശിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, സഹനമെന്നത് ദൈവപുത്രൻ പോലും കടന്നുപോയ ഒരു വഴിയാണെന്ന്. നമ്മുടെ തകർച്ചകളിൽ ദൈവം ദൂരെ മാറി നിന്ന് നോക്കി നിൽക്കുകയല്ല, മറിച്ച് ആ വേദനയിൽ അവിടുന്ന് നമുക്കൊപ്പം പങ്കുചേരുകയാണ്. ഒരു വിത്ത് മണ്ണിൽ വീണ് തകർന്നാലേ അത് വലിയൊരു വൃക്ഷമായി വളരുകയുള്ളൂ. ഒരു ശില്പം മനോഹരമാകണമെങ്കിൽ ഉളിയുടെ തല്ല് ഏറ്റുവാങ്ങണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ നമ്മെ നശിപ്പിക്കാനല്ല, മറിച്ച് പുതിയൊരു വ്യക്തിത്വമായി നമ്മെ രൂപപ്പെടുത്താനാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം, നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നദികളിലൂടെ കടന്നു പോകുമ്പോൾ അവ നിന്നെ മുക്കിക്കളയുകയില്ല. പീഡാസഹനത്തിൻ്റെ സമയത്ത് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ ഓർക്കുക, ക്രിസ്തുവും ഏകാന്തത അനുഭവിച്ചിരുന്നു. നമ്മുടെ കണ്ണുനീരിൻ്റെ വില അറിയുന്നവനാണ് അവിടുന്ന്. നാം തകർന്നു നിൽക്കുമ്പോൾ ഉപദേശങ്ങളുമായിട്ടല്ല, മറിച്ച് നമ്മെ താങ്ങിപ്പിടിക്കാനാണ് അവിടുന്ന് വരുന്നത്. നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത്. തകർച്ചകൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ദൈവകരങ്ങളിലേക്കുള്ള ഒരു മടക്കിയ യാത്രയാണ്. പീഡാനുഭവത്തിന് ശേഷം ഒരു ഉയർപ്പുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ നമ്മെ താങ്ങുന്ന ആ ദൈവകരങ്ങളിൽ മുറുകെ പിടിക്കാം. ഇരുളടഞ്ഞ പാതകളിൽ വെളിച്ചമായി അവിടുന്ന് കൂടെയുണ്ടാകും.